വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സ്വാഭാവിക ജാമ്യം തന്നെ പോറ്റിക്ക് ലഭിച്ചിരിക്കുന്നു. 90 ദിവസമായിട്ട് കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് പോറ്റിക്ക് ഇപ്പോൾ ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം വിശദമായ വാദം കേൾക്കൽ ഇതിലുണ്ടായി. ഇന്നത്തേക്ക് വിധി പറയാനായി കൊല്ലം വിജിലൻസ് കോടതി മാറ്റുകയായിരുന്നു. ഇപ്പോൾ പോറ്റിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. നിലവിൽ 12 പേരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ആ 12 പേരിൽ നാലാമത്തെ ആൾ കൂടി ഇപ്പോൾ പുറത്തിറങ്ങുകയാണ്. നേരത്തെ മുരാരി ബാബു, പിന്നാലെ ശ്രീകുമാർ, പിന്നാലെ സുധീഷ് കുമാർ എന്നിവർ 3 പേർ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജാമ്യം നേടി പുറത്തിറങ്ങുകയാണ്. ഇന്നലെയും ഹൈക്കോടതി പറഞ്ഞത് കുറ്റപത്രം വൈകുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ്. പക്ഷേ കേസിലെ ഏറ്റവും നിർണായകമായ കേസിലെ കേരളം കഴിഞ്ഞ മാസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേസിലെ ഒന്നാം പ്രതിയും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും വിശദമായ വാദം കേൾക്കലുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് വിധി പറയാനായി മാറ്റുകയായിരുന്നു. അനന്തകൃഷ്ണൻ വിവരങ്ങൾ വായിച്ചു തരുന്നുണ്ട്. അനന്തൻ, പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരുപക്ഷെ ഉപാധികൾ ഉണ്ടാകാം. എങ്കിലും കോടതി ഈ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുമ്പോഴും ഒന്നാം പ്രതി തന്നെ പുറത്തിറങ്ങുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് ഈ കേസിൽ. ദിവിഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മുഖ്യ ആസൂത്രകനെന്നും മുഖ്യ പ്രതിയെന്നും ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് കട്ടളപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു. സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് വൈകുന്നേരത്തോടെ ജയിൽ മോചിതനാകാൻ കഴിയും. കഴിഞ്ഞ 90 ദിവസത്തിലധികമായി 3 മാസമായി ജയിലിൽ കഴിയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ആദ്യത്തെ കേസിൽ, ദ്വാരപാലക പാളി കേസിൽ 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞ ആഴ്ച ലഭിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കട്ടളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഹർജിയിൽ സ്വാഭാവിക ജാമ്യം വേണമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹർജിയിൽ വിശദമായ വാദം കോടതി കേട്ടിരുന്നു. അതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് സ്വാഭാവിക ജാമ്യം അനുവദിക്കുമ്പോൾ കർശനമായ ഉപാധികൾ വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ചു എന്നുള്ള ഉത്തരവിന്റെ വിശദാംശങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കർശനമായ ഉപാധികൾ കോടതി നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് അല്പസമയത്തിനകം നമുക്ക് ആ ഉത്തരവിന്റെ പകർപ്പ് കിട്ടുമ്പോൾ വ്യക്തമാകും. ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യത്തെ അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായിരുന്നു. 2025 ഒക്ടോബർ 16 തിരുവനന്തപുരം പുളിമാത്തെ വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം ദ്വാരപാലക പാളികൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കിയത്. റാന്നി മജിസ്ട്രേറ്റ് കോടതിയാണ് ആദ്യത്തെ റിമാൻഡ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യമായി റിമാൻഡ് ചെയ്യുന്നത്. അന്ന് നമുക്ക് അറിയാം, തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നിയിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തത് വലിയ കാഴ്ചയായിരുന്നു. അതിനുശേഷം അവിടെ വെച്ച് പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ദിവിഷ.